ഹായ്, നമസ്കാരം. നമ്മളിന്ന് പറയാൻ പോകുന്നത് വെളുത്തുള്ളി കൃഷി വളരെ ഈസിയായി എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു വെളുത്തുള്ളി കൊണ്ട് തന്നെ ഒരുപാട് ഗ്രോ ബാഗ് നിറയെ വെളുത്തുള്ളി നമുക്ക് നട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഇത് ഒരു രീതി മാത്രമല്ല, രണ്ട് രീതിയിൽ എങ്ങനെ നമുക്ക് വെളുത്തുള്ളി നട്ട് വളർത്താം എന്നുള്ളതിനെ കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മൾ ഇന്ന് നടാനായിട്ട് എടുത്തേക്കുന്ന വെളുത്തുള്ളി. ഇത് കടയിൽ നിന്ന് വാങ്ങിയ വെളുത്തുള്ളിയാണ്. നിങ്ങൾക്ക് നടാൻ വേണ്ടി തീർച്ചയായിട്ടും അത് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇതേപോലെ ഒരു ചെറിയ നമ്മൾ ജ്യൂസൊക്കെ മേടിക്കുന്ന ആ കുപ്പി ഒന്ന് റൗണ്ടിനൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. അതാണ്ട് ഈ വെളുത്തുള്ളി ഈ ഭാഗം വെള്ളത്തിൽ മുങ്ങി നിൽക്കാൻ കണക്കിന് നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ ആ മൂട് ഭാഗം മാത്രം ഒന്ന് വെള്ളത്തിൽ തട്ടി നിൽക്കത്തക്ക രീതിയിൽ വെളുത്തുള്ളി അതിനകത്തേക്ക് ഇറക്കി വെക്കുക. അതിനുശേഷം ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇരിക്കും വെളുത്തുള്ളി. കണ്ടില്ലേ, മുകൾ ഭാഗമൊക്കെ അതിൻ്റെ മുളയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വേരും പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു 4 ദിവസം നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ച വെളുത്തുള്ളിയാണ്. അപ്പൊ നമ്മൾ ഇതേ കണക്ക് ഇതിനെ പിരുത്തെടുത്ത് വേണം നമുക്ക് നട്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ 4 ദിവസം ഇതേപോലെ വെള്ളത്തിൽ അതിൻ്റെ മൂട് ഭാഗം മുങ്ങി നിൽക്കാൻ കണക്കിന് ഒന്ന് മുക്കി വെച്ചതിന് ശേഷം എടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഗ്രോ ബാഗുകളിൽ നട്ടു കൊടുക്കാം. ഗ്രോ ബാഗ് തയ്യാറാക്കുമ്പോൾ നല്ല രീതിയിലുള്ള അടിവളം ചേർത്ത് വേണം ഗ്രോ ബാഗ് തയ്യാറാക്കാൻ. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല രീതിയിൽ കരിയില അടിഭാഗത്ത്, ഗ്രോ ബാഗിന്റെ അടിഭാഗത്ത് നല്ല രീതിയിൽ കരിയില നിറയ്ക്കണം. പിന്നെ ചകിരി ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നിറച്ചു കൊടുക്കാം. കാരണം എന്ന് പറയുമ്പോൾ വെള്ളം ഒന്ന് നല്ല രീതിയിൽ വെള്ളം ഒന്ന് തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത്. എന്നാൽ നമ്മളെ വെളുത്തുള്ളി അഴുകി പോകാനും പാടില്ല. എപ്പോഴും ഒരു വെള്ളം നനവ് അതിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ നിറച്ച ഗ്രോ ബാഗിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഓരോ ഇതളുകളായിട്ട് ഇളക്കിയെടുത്ത് അതിലേക്ക് നട്ടു കൊടുക്കാം. ഒരു 4, 5 6 ഒക്കെ നമുക്ക് അല്ലികൾ ഓരോ ഗ്രോ ബാഗിനകത്തേക്ക് നട്ടു കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഒരുപാട് വെള്ളം അങ്ങ് കോരി ഒഴിച്ച് നനയ്ക്കുകയൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരു ദിവസം നനച്ചാലും നമ്മൾ അടിയിൽ ഈ കരിയിലയും ചകിരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നാളെ ഒന്ന് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് വെള്ളം ആയാൽ നമ്മുടെ ഈ വെളുത്തുള്ളി അഴുകി അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ആരും ഒഴിച്ചു കൊടുക്കാനായിട്ട് നിൽക്കേണ്ട. ചെറിയ രീതിയിലൊന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ മതിയാകും. പിന്നെ നമ്മൾ ഇതുപോലെ ഉള്ളി, സവാള, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നടുമ്പോഴത്തേക്ക് നമുക്ക് അടിവളമായിട്ട് കടല പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും 2 ദിവസം ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം ഒന്ന് അടിവളമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗ്രോ ബാഗിനകത്തേക്ക് ഈ വെളുത്തുള്ളി നട്ടു കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോകരുത്. എങ്കിൽ ആ ഉള്ളി അഴുകി പോകും. അപ്പോൾ ഒന്ന് മേലിലേക്ക് നിൽക്കുന്ന രീതിയിൽ, അതായതുപോലെ ഒന്ന് മുകളിലേക്ക് നമ്മുടെ വെളുത്തുള്ളി കാണുന്ന രീതിയിൽ വേണം നട്ടു കൊടുക്കാൻ. നട്ടതിന് ശേഷം നമ്മൾ 2 ദിവസം ഒന്ന് നല്ല തണലത്തേട്ട് വെച്ചു കൊടുക്കുക. അതിനുശേഷം നല്ല വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. മാറ്റി വെക്കുമ്പോഴത്തേക്കിനും വെള്ളവും തളിച്ചു കൊടുക്കാൻ മറക്കരുത്. എന്നും തിളയ്ക്കണമെന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ 2 ദിവസത്തിൽ 1 ദിവസം മാത്രം ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാട് കെട്ടി നിന്ന് അത് അഴുകിപ്പോവും. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിച്ചോളണം. ഇതിപ്പോൾ ഞാൻ നട്ട വെളുത്തുള്ളിയാണ്. ഇത്രയും ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, അതിൻ്റെ മൂട്ടിലൊക്കെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കണ്ടില്ലേ, നല്ല രീതിയിൽ അതൊന്ന് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ മുളപ്പിച്ചെടുത്ത വെളുത്തുള്ളിയല്ല ഈ വലുതായി നിൽക്കുന്നത്. അത് ഞാൻ മറ്റൊരു രീതിയിൽ നട്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കണ്ടില്ലേ, എൻ്റെ വെളുത്തുള്ളിയൊക്കെ വലുതായിട്ടുണ്ട്. ഏകദേശം ഇതൊരു 3 മാസം ആയി. ഇതിന് ഏകദേശം 3 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇലകളൊക്കെ ഒന്ന് കണ്ടില്ലേ, ഒന്ന് കരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഒന്ന് കരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നട്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നട്ടതെന്ന് പറയുന്നത് ഇതേപോലെ ഗ്രോ ബാഗ് നിറച്ചതിന് ശേഷം നമ്മുടെ ഈ വെളുത്തുള്ളി എടുത്തിട്ട് ഓരോ അല്ലികളായിട്ട് ഇളക്കിയെടുത്ത്
നേരിട്ട് തന്നെ മണ്ണിലേക്ക് വെച്ച് പിടിപ്പിച്ച് ഞാൻ വളർത്തിയെടുത്ത വെളുത്തുള്ളിയാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. അപ്പോൾ അതേപോലെ നടാം. അത് കുറച്ചും കൂടെ ഈസിയാണ്. മറ്റു വെള്ളത്തിൽ വെച്ച് വേരിറക്കി നടുന്നേക്കാളും കുറച്ചും കൂടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയതും ഈ രീതിയാണ്. വേരിറങ്ങാൻ മറ്റേതിനേക്കാളും ഒരു 3-4 ദിവസം കൂടെ താമസിക്കും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെളുത്തുള്ളി നമ്മൾ വാങ്ങുമ്പോൾ അത് നല്ല വലിപ്പമുള്ള വെളുത്തുള്ളി നോക്ക് നടാനായിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ വെളുത്തുള്ളിക്ക് നല്ല വിലയുണ്ട്. 400 രൂപയ്ക്ക് മുകളിൽ കിലോയ്ക്ക് വിലയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ചെറിയ ഉള്ളികളൊക്കെയാണ് കിട്ടുന്നത്. എന്നാലും അല്ലികളായിട്ട് ചില കടകളിലൊക്കെ കൊടുക്കാറുണ്ട്. അത് നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് നടാനായിട്ട് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ നട്ടതാണ് കേട്ടോ. ഇങ്ങനെ ഒരു 4-5 ഉള്ളി ഒരു ഗ്രോ ബാഗിനകത്ത് നമുക്ക് നട്ട് നനച്ചെടുക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഞാൻ അങ്ങനെ നട്ട ഉള്ളിയാണ് ഇത്. ഇപ്പൊ ഏകദേശം നല്ല രീതിയിൽ വലിപ്പം വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളും തീർച്ചയായിട്ടും വെളുത്തുള്ളി കൃഷി ചെയ്യണം. നിങ്ങൾ ഈ 2 രീതിയും പരീക്ഷിച്ച് നോക്കണം. ഈ 2 രീതിയിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലെയുള്ള കൃഷി വീഡിയോകളായി വീണ്ടും ഞാൻ വരാം. ഓക്കെ, ബൈ.